കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികൾ, ഇവിടെ രോഗികളായി എത്തുന്നവർ, അവരെ കേന്ദ്രീകരിച്ചാണ് ഈ അവയവ റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നത്. കല്ലട്രൻസ് മെഡിക്കൽ ടൂറിസം. കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് നജീബ് കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നത്. ഈ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ ഓർഗൻ ഡൊണേഷൻ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഏതൊക്കെ ആശുപത്രികളായി സഹകരിക്കുന്നു, എങ്ങനെയായിരിക്കും ഇതിന്റെ കാര്യങ്ങൾ തുടങ്ങിയതെല്ലാം ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. വൃക്ക ആവശ്യപ്പെട്ടു വരുന്ന ഒരാളിൽ നിന്ന് 17 മുതൽ 25 ലക്ഷം രൂപ വരെയാണ് നജീബ് ഈടാക്കിയിരുന്നത്. ചില ഘട്ടങ്ങളിൽ ഇത് 35 ലക്ഷം രൂപ വരെ എത്തിയിരുന്നുവെന്നാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. ആദ്യം 2 ലക്ഷം രൂപ ഇയാൾക്ക് അഡ്വാൻസായി നൽകണം. അഡ്വാൻസ് കിട്ടിയാൽ മാത്രമാണ് വൃക്ക നൽകാൻ സാധ്യതയുള്ളവരെ പരിശോധനകൾക്കായി പോലും നജീബ് ആശുപത്രികളിലേക്ക് എത്തിക്കുകയുള്ളൂ. നിരവധി ആളുകളിൽ നിന്ന് വൃക്ക നൽകാമെന്ന് പറഞ്ഞ് 2 ലക്ഷത്തിലധികം രൂപ വരെ നജീബ് അഡ്വാൻസായി കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പലർക്കും ഇതുവരെ ഈ അവയവ കൈമാറ്റം നടന്നിട്ടുമില്ല. പലരെയും ഇയാൾ പറഞ്ഞു പറ്റിച്ചതായും വിവരങ്ങളുണ്ട്. ഒളിവിൽ പോയ മുഹമ്മദ് നജീബിനെ കണ്ടെത്തിയാൽ മാത്രമേ ഈ റാക്കറ്റിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. ഈ റാക്കറ്റ് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, സംസ്ഥാനത്തിന് പുറത്തും ഇതിന് വേരുകളുണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായിരിക്കുന്നത്. മുൻപ് സമാനമായ രീതിയിൽ മറ്റൊരു റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നു. അവർ ഈ വൃക്ക കൈമാറ്റം നടത്തിയിരുന്നത് ഇറാനിലെ ആശുപത്രിയിൽ വച്ചാണ്. ആ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് NIA ആണ്. അവയവങ്ങൾ തകരാറിലായി ജീവിതം നിലനിർത്താൻ പാടുപെടുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ അവയവം നൽകാൻ തയ്യാറാകുന്നവർ അവരുടെ സാമ്പത്തിക അവസ്ഥയാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണവും. ഇങ്ങനെ 2 ഭാഗത്തെയും ചൂഷണം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ജീവിതാവസ്ഥയിലേക്ക് അവരെ എത്തിച്ചാണ് ഈ റാക്കറ്റ് മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.